ഹായ്, വെൽക്കം ടു കൊൽക്കത്ത. നമ്മളിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലെ സീൽഡ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സിറ്റികളിൽ ഒന്നാണ് ഈ കൊൽക്കത്ത. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടിട്ടോ. കേരളത്തിൽ നിന്നും 3 ഡയറക്റ്റ് ട്രെയിനുകൾ അവൈലബിൾ ആണ് കൊൽക്കത്തയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കൊൽക്കത്തയിൽ 5ഓളം റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലും എത്തുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും. റെയിൽവേ സ്റ്റേഷന് പുറത്ത് ആദ്യം കണ്ട ബസ്സിലേക്ക് തന്നെ ചാടി കയറി നമുക്ക് പോകേണ്ടത് ഹൗറ മൈതാനിലേക്കാണ്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഹൗറ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് ബസ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. 10 രൂപയാണ് കേട്ടോ ബസ്സിന്റെ ചാർജ് വരുന്നത് ഒരാൾക്ക്. നമ്മളെപ്പോഴും ബഡ്ജറ്റ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തതും യൂത്ത് ഹോസ്റ്റലിൽ തന്നെയാണ്. മേഘാലയ പോയപ്പോഴാണ് ഈ ഒരു യൂത്ത് ഹോസ്റ്റലിൻ്റെ ഒരു സംഭവം ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ബസ് ഹൗറ മൈതാനിലെത്തി പുറത്തിറങ്ങി പുറത്തേക്കൊന്നിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ തൊട്ട് മുന്നിൽ തന്നെ നമ്മളൊരു തമിഴ്നാട്ടുകാരനെ നല്ല അടിപൊളി ഫുഡ്. ഒരു ആനനെ തിന്നാനുള്ള വിശപ്പുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല, ഫുഡിനൊക്കെ നല്ല ഒടുക്കത്തെ ടേസ്റ്റ്. പിന്നെ നേരെ ലൊക്കേഷൻ മാപ്പിലിട്ടിട്ട് യൂത്ത് ഹോസ്റ്റലിലേക്ക് ഒരൊറ്റ നടന്നു. കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ യൂത്ത് ഹോസ്റ്റലിൻ്റെ മുന്നിലെത്തിട്ടോ. വെറും 250 രൂപ മാത്രമാണ് ബെഡ് സ്പേസിന് റേറ്റ് വരുന്നത്. ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അതിനുള്ളൊരു വൃത്തി കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മാത്രം മതി. മെയിൻ്റനൻസ് ഒക്കെ കുറച്ച് കുറവാണ്. റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നേരെ ഹൗറ ബ്രിഡ്ജ് ലൊക്കേഷൻ ഇട്ട് നേരെ നടക്കാൻ തുടങ്ങിയിട്ടോ. സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നപ്പോൾ നമ്മൾ ഹൗറ ബ്രിഡ്ജിൻ്റെ താഴത്തെത്തിട്ടോ. നമ്മളെന്തിനാണ് ഇത്രയും ദൂരം നടന്നു വന്നതെന്ന് വെച്ചാൽ ഹൗറ ബ്രിഡ്ജ് നടന്ന് തന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നടന്ന് തന്നെ വന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്. ഒരുപാട് റോഡ് സൈഡിൽ സാധനങ്ങളൊക്കെ വെച്ച് വെക്കുന്നുണ്ട്. ആക്ച്വലി ഇത് പാലത്തിൻ്റെ മുകളിലാണ്. പാലത്തിൻ്റെ മുകളിൽ നടക്കാനുള്ള ഒരു ഏരിയയാണ്. നടക്കാനുള്ള ഏരിയയിലാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ വെക്കുന്നത്. ഇത്രത്തോളം നടന്ന് കാണാൻ മാത്രമുള്ളൊരു സംഭവമാണ് ഈ ഹൗറ ബ്രിഡ്ജ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ഇത് പ്രൈഡ് ഓഫ് കൊൽക്കത്ത എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ആക്ച്വലി 1965 ഈ ബ്രിഡ്ജിൻ്റെ പേര് മാറ്റിയിട്ട് രവീന്ദ്ര സേതു എന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ബ്രിഡ്ജ് അറിയപ്പെടുന്നത് ഹൗറ ബ്രിഡ്ജ് എന്ന് തന്നെയാണ്. ഏകദേശം 1 ലക്ഷത്തോളം വെഹിക്കിൾസും അതേപോലെ തന്നെ 1.5 ലക്ഷത്തോളം ആൾക്കാരും ഇതിലൂടെ നടന്നു പോകുന്നുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത് ഡെയിലി. കൊൽക്കത്ത വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസിൻ്റെ ഒരു സാധനം തന്നെയാണ് ഈ ഹൗറ ബ്രിഡ്ജ്. ഏകദേശം 83 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു ബ്രിഡ്ജിന്. അതായത് 1942 ഈ ഒരു ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞത്. നല്ല അടിപൊളി പേരൊക്കെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇവന്മാർ എന്ത് സാധനം കിട്ടുകയാണെങ്കിലും അതിൽ ആ ചാട്ട് മസാല ഇട്ട് കോളാക്കിയിട്ട് അങ്ങനെ കൈ തരും. വാണ്ടില്ല ഇനി വല്ലാത്തൊരു സാധനം. അങ്ങനെ നടന്ന് പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് എത്തിയപ്പോൾ താഴത്തൊരു ഫ്ലവർ മാർക്കറ്റ് കണ്ടിട്ടോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു സംഗതി ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫ്ലവർ മാർക്കറ്റാണ്. ഇവിടെ കിട്ടാത്ത ഫ്ലവേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എവിടെയുള്ള ഫ്ലവേഴ്സ് ആണെങ്കിലും ഇവിടെ ഈ മാർക്കറ്റിൽ കിട്ടുമെന്നാണ് ആൾക്കാർ പറഞ്ഞത്. മല്ലിഘട്ട് ഫ്ലവർ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. എവിടെ പോയാലും ചായ നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. അടുത്ത ലക്ഷ്യം നമുക്ക് നല്ലൊരു ചായ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിന് താഴത്തേക്ക് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ കുറച്ച് മുന്നിലായിട്ട് ഒരു ചായപ്പീടിക ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ചായകളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കാരണം ഇവിടെ ചായ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 രൂപ കേട്ടോ. 6 രൂപ മുതൽ 10, 12, 18, 20 അങ്ങനെ പല റേറ്റിലുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കളിമണ്ണിൻ്റെ കപ്പിലാണ് ഈ ചായ നമുക്ക് തരും കേട്ടോ. ഉണ്ടാക്കുന്നത് കാണുമ്പോൾ കുറച്ച് വൃത്തി കുറവുള്ളത് പോലൊക്കെ തോന്നിയാലും സംഗതി ഇവിടുത്തെ ഏറ്റവും വൃത്തിയുള്ളതാണ് കേട്ടോ. ഈ മാർക്കറ്റ് സൈഡിലുള്ള ഏറ്റവും വൃത്തിയുള്ള ചായയാണ് ഇതൊക്കെ കാണുന്നത്. ചായ എന്ന് പറഞ്ഞാൽ ഇതാണ് ചായ. നല്ല കൊൽക്കത്ത ചായ അല്ലേ. ചായ കുടിച്ചതിൻ്റെ ഈ കപ്പ് ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ തന്നെ കേട്ടോ. അത്രത്തോളം പ്ലാസ്റ്റിക് ഫ്രീ ആക്കിയിട്ടാണ് ഇവിടെ സിറ്റീസിലൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ചായയൊക്കെ കുടിച്ച് ക്യാഷും കൊടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ തിരിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വേണം നമുക്ക് തിരിച്ച് പോകാൻ. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നമുക്ക് പറ്റിയൊരു നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ. പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് എവിടെയും കാണാൻ കഴിയുന്നില്ല കേട്ടോ. ആരോട് ചോദിച്ചിട്ടും അവരങ്ങനെ കറക്റ്റ് ഒരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഒന്നും തരുന്നില്ല. എന്തൊക്കെയാണ് പറയുന്നത്, നമുക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഫ്ലവർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സും ലീഫും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ മോർണിംഗിലാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവുക. മോർണിംഗ് ഈ സമയത്തൊന്നും ഇവിടെ അടുക്കാൻ കഴിയില്ല, അത്രയ്ക്ക് തിരക്കാണെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വന്ന വഴിയിൽ തന്നെ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. തിരിച്ച് റൂമിലേക്ക് പോകണം. ഹൗറ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് തിരിച്ച് റൂമിലേക്ക് പോകേണ്ടത്. നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ കാണുന്നവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ, ഒരു ഔട്ടർ വ്യൂ, ഒരു കുറച്ച് ദൂരത്തു നിന്നുള്ളൊരു വ്യൂ എങ്ങനെ കിട്ടും എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ ലോങ് വ്യൂ കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് നാളെ റൂമിലൊക്കെ പോയിട്ട് രണ്ടാമത് വീണ്ടും ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ റൂമിലേക്ക് പോകും. വീണ്ടും നമ്മൾ രാവിലെ തന്നെ നേരത്തെ കുളിച്ച് മാറ്റിയൊക്കെ ഇറങ്ങി മെട്രോ കയറിട്ടോ. ഹൗറയിലേക്കാണ് മെട്രോ കയറുന്നത്. ഇവിടുന്ന് എല്ലാ ഏരിയയിലേക്കും മെട്രോ ഇത്രയും സുലഭമാണെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. ആ കാണുന്ന മെട്രോ അല്ല, വാട്ടർ ജെറ്റിൻ്റെ ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കുക. ഫെറീൻ്റെ ടിക്കറ്റ് കേട്ടോ. അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വന്നാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? അതാ കാണുന്ന ഹൗറ ബ്രിഡ്ജിൻ്റെ എല്ലാം കിട്ടില്ല വ്യൂ. പൊളി സാധനം. ഞങ്ങൾ ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടി കുറേ നടന്നേ.
പാലത്തിനുള്ളിൽ നടന്ന് അവിടെ തപ്പി നോക്കി, പക്ഷെ നമുക്ക് ആ ഒരു വ്യൂ എവിടെ നിന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കിട്ടി. അതായത് ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫെറി കണ്ടപ്പോൾ അതെന്താ സംഗതി എന്ന് അറിയാൻ വേണ്ടി ഉള്ളിൽ കയറി നോക്കിയതാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കിട്ടില്ലം വ്യൂ ഉള്ളൊരു സ്ഥലം കിട്ടിയത്. കിട്ടില്ല. അപ്പോൾ ഇനി ഹൗറ ബ്രിഡ്ജ് കാണാൻ വരുന്നവർ ഹൗറ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ്ലി ഫെറിയിൽ കയറിയാൽ മതി കേട്ടോ. 6 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. എങ്ങോട്ടാ എന്തോന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഈ ബേസ് ഫെയർ ആണ് ഈ 6 റുപ്പീസ്. എവിടുന്ന് എങ്ങോട്ട് പോകാനും 6 രൂപ മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് 6 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് മല്ലിഘട്ട് ഫ്ലവർ മാർക്കറ്റിലേക്ക് എങ്ങനെ പോകാമെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്കുള്ള ഫെറികൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മാറി കയറി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പോയി എത്തുക. എങ്ങനെ പോയാലും സീനൊന്നുമില്ല. അവിടുന്ന് തിരിച്ച് 6 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് തിരിച്ച് വരാനും പറ്റും. അതാണ് കേട്ടോ നമുക്കുള്ള പോകാനുള്ള ഫെറിയാണ് ആ വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരി നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം ഉണ്ടാവുമെന്ന് അറിയില്ല, ഏതായാലും കയറി നോക്കട്ടെ. അങ്ങനെ ബോട്ട് വന്ന് എല്ലാവരും കയറിയതിന് ശേഷം നമ്മളും കയറിയിട്ടോ. നമുക്ക് പിന്നെ സീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ വ്യൂ കാണാൻ വേണ്ടി വന്നതുകൊണ്ട് നമ്മൾ സീറ്റിൽ ഇരുന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നിന്ന് തന്നെ പോകാമല്ലോ. നിന്ന് പോകുമ്പോൾ നമുക്ക് വേറെ ആരും ശല്യമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂവിൽ ഇങ്ങനെ കാണാമല്ലോ ബ്രിഡ്ജ്. അങ്ങനെ ഫെറി ഇത് അടുത്ത സൈഡിലേക്ക് നിർത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് ആൾക്കാരൊക്കെ ചാടി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ ഓടി പോകുന്നുണ്ട്, ഇതാക്കണ്ടില്ല. നമുക്ക് പിന്നെ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അവിടെ പോയിട്ട് നേരെ പോയി ടിക്കറ്റ് എടുക്കുക, നേരെ ഇതേപോലെ തിരിച്ച് ഇതേ ഫെറിയിൽ തന്നെ തിരിച്ച് റൂമിലേക്ക് പോകുക. അത്രയല്ലേ നമുക്ക് പ്ലാനുള്ളൂ. ഈ ഹൗറ ബ്രിഡ്ജ് കാണാൻ അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇതേപോലെ ഫെറി എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പോയ പോലെ നടന്നിട്ട് പോകാം. അങ്ങനെ 2 ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും നല്ല ഓപ്ഷൻ ഈ ഫെറി എടുത്ത് പോകുന്നതായിരിക്കും, കാരണം ലോങ്ങിൽ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പാലത്തിൻ്റെ അടിയിൽ പോയി ഇന്ന് മേലോട്ട് നോക്കിയാൽ കാര്യമായിട്ട് വ്യൂ ഒന്നും കിട്ടില്ലല്ലോ. ഇനി ഞങ്ങളുടെ കൊൽക്കത്തയിലെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് വിക്ടോറിയ മഹൽ ആൻഡ് ഇന്ത്യൻ കോഫി ഹൗസ്. ഇത് രണ്ടും കൂടി കാണണം നമുക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. തൽക്കാലം ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉടൻ തന്നെ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.